DMC ഒപ്പിട്ട സാഹചര്യത്തിൽ ഒരു പിന്മാറ്റം അസാധ്യമാണെന്ന് അതുമായി ബന്ധപ്പെട്ട് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ CPI ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ചില നീക്കങ്ങളുമായി സർക്കാർ രംഗത്ത് വന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും ഒപ്പിട്ടൊരു പ്രൊജക്ടിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്നതിനെ കുറിച്ച് തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ ഇപ്പോൾ സർക്കാർ കഴിഞ്ഞിട്ടില്ല. അത് ഒരു വലിയ താൽക്കാലികമായ രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്നതിനപ്പുറം സത്യസന്ധമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. ഈ പദ്ധതിയിൽ നിന്നും ഒരു പദ്ധതി മരവിപ്പിക്കാമെന്നൊക്കെ അന്ന് ഒരു പക്ഷേ ഈ CPI അനുനയിപ്പിക്കാനുള്ളൊരു തന്ത്രം മാത്രമാകാൻ സാധ്യതയുണ്ടോ CPM-നെ സംബന്ധിച്ച്? കാരണം പദ്ധതി ഒപ്പിട്ടതിന് ശേഷം തന്നെ സംശയിക്കേണ്ട സാഹചര്യമാണ്. പദ്ധതി മരവിപ്പിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെ എപ്പോൾ മരവിപ്പിക്കുമെന്ന് കൂടി വ്യക്തമാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടല്ലോ. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഒരു പ്രതികരണവും ഇതുവരെ നടത്താത്ത സ്ഥിതിക്ക് ഇത് കേവലം തട്ടിപ്പ് മാത്രമാണെന്ന് തന്നെ ധരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇനി CPIക്ക് ഇതിൽ ഒരു അമർഷമുണ്ട്, ഒരു അതൃപ്തിയുണ്ട്. അത് ഈ മന്ത്രിസഭാ യോഗത്തിലൊക്കെ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അത് ഈ CPM-നെ സംബന്ധിച്ച് അത് ഇനി ഏത് തരത്തിലാണ് CPIയോട് പറഞ്ഞു നിൽക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. CPIയെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ഇത്ര മാത്രമാണ്. മന്ത്രിസഭാ യോഗങ്ങളിലെ ഇത്തരം അമർഷ പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ആ പാർട്ടിക്ക് സാധ്യമല്ല. അതിനുള്ള ശേഷിയും അതിനില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.